വീണ്ടും ചർച്ചയിലേക്ക് അടുക്കുക ജെ ആർ പത്മകുമാർ. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. 31 ശേഷം എനിക്ക് എൻ്റെ പണം സ്വതന്ത്രമായി പിൻവലിക്കാനുള്ള അവകാശം ഉണ്ടാകുമോ? അല്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഒഴിവാകും എന്ന് തന്നെയാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത്. നമ്മളത് വിശ്വസിക്കാം, 31 വരെ കാത്തിരിക്കാം. പിന്നെ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ഒരു പുതിയ ഒരു താങ്കളും ആദ്യ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്, കുറെയൊക്കെ പിൻവലിക്കുമെന്ന് നിലപാടിലേക്ക് ബിജെപി ഒരു എപ്പിസോഡ് നിലപാടല്ലല്ലോ ഇത്. സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ദീർഘകാലം പോകേണ്ട ഒരു നടപടിയാണ്. അതിൻ്റെ ഇന്ന് തന്നെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇനി ശക്തമായ നിലപാടുകളിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം പരിഹരിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല. പണത്തിന്റെ ഇടപാട് അതാണ്. ഈ റെസ്ട്രിക്ഷൻസ് ഏത് ഭരണം നടത്തുമ്പോഴും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞാൽ ഈ ഒരു കറണ്ട് കട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ആക്കില്ലേ? അപ്പോൾ എൻ്റെ അവകാശമാണല്ലോ. ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്, എഗ്രിമെന്റ് ഒപ്പിട്ടതിനോട് 24 മണിക്കൂറും തരാമെന്ന് പറഞ്ഞ് 2 മണിക്കൂർ കറണ്ട് ഇല്ല. എന്തുകൊണ്ട്? ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട്. ട്രഷറി നിയന്ത്രണം, ട്രഷറിയിൽ പൈസ അതുകൊണ്ട് ലക്ഷ്യം നേടണം. അത് അവസാനം കണക്കാക്കി ഇപ്പോഴേ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ട്രഷറിയിൽ പൈസ ഇട്ടിട്ടുണ്ട്, എത്രയോ തവണ ട്രഷറി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഡ്രോയലിന്. ആ സമയത്ത് ആളുകൾ അതുകൊണ്ട് സഹകരിച്ചു. ഇതും അതേപോലെ തന്നെ ഒരു രാജ്യത്തിന് ഒരു ശുഭകരമായ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടുള്ള എടുത്ത നിലപാടിൽ ചില റെസ്ട്രിക്ഷൻസ് വരും. ആളുകളെ സഹകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ബഹുജന പ്രക്ഷോഭം വരാത്തെന്താ ഇപ്പം നടന്ന ഇലക്ഷനുകളിൽ സാധാരണക്കാരായ ആളുകളുടെ അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. അതിനു മുൻപ് ഒരൊറ്റ കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ലക്കി ഗ്രാഹക് യോജന, ഡിജി ധൻ വ്യാപാർ യോജന എന്നൊക്കെ. ഇങ്ങനെ ഇളവുകളും സമ്മാനങ്ങളും നറുക്കെടുപ്പുകളും ഒക്കെ പ്രഖ്യാപിച്ച് ഈ സാമ്പത്തിക അവസ്ഥയുടെ ഈ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും എന്ന് കരുതുന്നുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്രൈസിസിലാണ് ഗവൺമെൻറ്റും സമ്പദ്ഘടനയും. കാരണം ട്രാൻസാക്ഷൻസ് നടക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയൊരു ക്രൈസിസിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകും. അത് ഒഴിവാക്കാൻ ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറായപ്പോൾ കറൻസി പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ട്രാൻസാക്ഷൻസിനെ കുറച്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ക്യാഷ്ലെസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് കറൻസി ഇല്ലാത്തത് കൊണ്ട് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രാൻറ്റിക്കായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെടുന്നത്. നിർഭാഗ്യവശാൽ ഇന്ത്യയെപ്പോലൊരു സമ്പദ്ഘടനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് കൊണ്ട് നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളെ, വിപണിയെ, ട്രാൻസാക്ഷൻസിനെ പഴയ നിലയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. കാരണം ഇതിപ്പോൾ ശ്രീ പത്മകുമാർ പറഞ്ഞതുപോലെ കുറച്ച് സമയത്തേക്കുള്ള ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നമല്ല. കാരണം സമ്പദ്ഘടനയുടെ പ്രവർത്തനം കുറച്ചുകൂടെ സങ്കീർണമാണ്. ഇന്ന് ട്രാൻസാക്ഷൻസ് നടക്കാതിരിക്കുമ്പോൾ ഒരുപാട് ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം 2 മാസത്തേക്ക് കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സുകൾ പൊളിയും. 2 ആഴ്ചത്തെ കച്ചവടം നടക്കാതിരുന്നു കഴിഞ്ഞാൽ പല ബിസിനസ്സുകൾ, പല സ്ഥാപനങ്ങൾ പൊളിഞ്ഞു വീഴും. അങ്ങനെ സ്ഥാപനങ്ങൾ പൊളിയുമ്പോൾ, അവർ ബാങ്ക്രപ്റ്റ് ആകുമ്പോൾ അവർക്ക് കടം കൊടുത്തവരെ ബാധിക്കും. ഇതൊരു ചെയിനായിട്ടുള്ള വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു വിഷമ വൃത്തത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാം. ഈ അപകടമാണ് നമ്മൾ കാണുന്നത്. ട്രെയിൻ ബിസിനസിന്റെ കാര്യം പറയാം. ട്രെയിനിൽ നിങ്ങളിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെന്നാൽ ടിക്കറ്റ് കിട്ടുന്നില്ല. സിനിമാ തിയേറ്ററിൽ ചെന്നാൽ തിയേറ്ററിൽ ഇന്നൊരു ഷോയ്ക്ക് ചെന്നാൽ കിട്ടുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ചെന്നാൽ അവിടെ അതിന്റെ തിരക്ക് കുറയുന്നില്ല. ഇത് ഈ ഒരിടത്തും ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ ഇതൊരു വലിയ പുകമുറ സൃഷ്ടിക്കലാണ്. അതുകൊണ്ടൊന്നും ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് തകർക്കാൻ. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നിപ്പോൾ കുറേ ഇളവുകൾ പ്രഖ്യാപിച്ചു. മുമ്പ് കാർഡ് കൊണ്ട് ഡീസൽ അടിച്ചാലോ പെട്രോൾ അടിച്ചാലോ അതിന് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇളവുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷന്. ഇനി ബജറ്റ് വരാനിരിക്കുകയാണ്. ബജറ്റിൽ ഇളവുകൾ ഉണ്ടാകുമെന്ന് എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച് വരുന്ന വിവരങ്ങളിൽ നിന്ന്, വിശ്വാസ്യമെന്ന് തോന്നാവുന്ന തരത്തിൽ തന്നെ വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ബജറ്റിലും കുറേ ഇളവുകൾ ഉണ്ടാകുമെന്നാണ്. ഈ ഇളവുകളെല്ലാം ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ, ഈ സർക്കാരിനെതിരെ ഈ തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ചർച്ചകളെ ഒക്കെ ചെറുക്കാൻ പാകത്തിനുള്ളതാകും എന്ന് കരുതാം? ഒരിക്കലും കരുതാനാവില്ല. അതെങ്ങനെയാണ് കരുതാനാകുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ട്രാൻസാക്ഷനും അതുപോലെ സമ്പദ് വ്യവസ്ഥയും ഓരോ ദിവസം കഴിയുമ്പോഴും സ്റ്റാഗ്നേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനശ്രദ്ധ അതിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ ഒരു ഗിമ്മിക്കെന്നല്ലാതെ വേറെന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ കറൻസി 8 മാസം കഴിഞ്ഞല്ലാതെ കറൻസി പ്രിന്റ് ചെയ്യാൻ വരാൻ പോകുന്നില്ല. കാരണം ഇവിടെ 86% ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം 86% നോട്ടുകളാണ് പിൻവലിച്ചത്. ആ നോട്ടിൻ്റെ സ്ഥാനത്ത് പകരം നോട്ടുകൾ പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ 8 മാസം എടുക്കും. ആ 8 മാസം ജനങ്ങളെ അതിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ പ്ലാസ്റ്റിക് മണി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്ലാസ്റ്റിക് ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ആയാലും ക്രെഡിറ്റ് കാർഡ് ആയാലും ഇപ്പോൾ മൊബൈൽ ടു മൊബൈൽ ആയാലും പ്രധാനമന്ത്രി പറയുന്നത് നിങ്ങളുടെ പിന്നെ ക്യാഷ്, നിങ്ങളുടെ ബാഗ് എല്ലാം മൊബൈലാണ്. മൊബൈൽ കൊണ്ടു നടന്നാൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം ഏതെങ്കിലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ മാത്രമല്ലേ മൊബൈൽ ടു മൊബൈൽ ഈ ആപ്പെല്ലാം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കൂ. പണമില്ലാത്തവനെങ്ങനെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നത്? അപ്പോൾ അക്കൗണ്ടിൽ പണമുള്ളവനല്ലാതെ യാതൊരാൾക്കും ഈ ഡെബിറ്റ് കാർഡ് കൊണ്ടോ ക്രെഡിറ്റ് കാർഡ് കൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ടു മൊബൈൽ കൊണ്ടോ ഒരു ട്രാൻസാക്ഷൻ നടക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, കറൻസി ഇവിടെ ഇല്ല. അപ്പം കറൻസി ഇല്ല, ബാക്കി കറൻസി ബാങ്കിൽ അക്കൗണ്ട് പണം കിടക്കുന്നവർക്ക് വേണമെങ്കിൽ ഡെബിറ്റ് കാർഡ് ആവാം. കറൻസി പ്രിന്റ് ചെയ്യുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. കറൻസി പ്രിന്റ് ചെയ്യുന്നില്ല എന്ന്, അതായത് ഇതിന്റെ ഈ നിലയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷനുമായി ആ നിലയ്ക്ക് യോജിച്ചു പോകാൻ തക്കവണ്ണമുള്ള ഒരു സാമ്പത്തിക അവസ്ഥ കെട്ടിപ്പടുക്കാൻ അതിനനുസരിച്ച് കറൻസി പ്രിന്റ് ചെയ്യുന്നില്ല എന്ന് നേതാക്കൾ ചർച്ചകളിൽ പറയുന്നതല്ലാതെ RBI ഗവർണർ പറയുന്നില്ല, ഈ പറഞ്ഞ പ്രധാനമന്ത്രി പറയുന്നില്ല, ധനകാര്യ സെക്രട്ടറി പറയുന്നില്ല. അവരെല്ലാവരും പറയുന്നത് ഇത് അവർ ഈ പണം പ്രിന്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. നാല് പ്രസ്സുകളിലുമായി ഈ പണം എങ്ങനെയെങ്കിലും പ്രിന്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നോട്ട് പ്രിന്റ് ചെയ്ത് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് വേണ്ടിയിട്ടുള്ള ലെസ് ക്യാഷ് എക്കോണമിയാണ് പരീക്ഷിക്കാനുള്ളത്. അതിന്റെ ഒരു തുടക്കം, അതിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ് ഇപ്പൊ. പറഞ്ഞതുപോലെ 14.25 ലക്ഷം നോട്ടുകളെ പ്രിന്റ് ചെയ്യാനൊരു ഉദ്ദേശം ഇല്ല. അതുകൊണ്ടാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് പോയി ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ഉദ്ദേശമില്ലെന്ന് ആരും പ്രഖ്യാപിച്ചിട്ടില്ല. അല്ല, ഗവൺമെന്റിന്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞോട്ടെ, 200 മുതൽ 300%, സാർ ഒന്ന് പറഞ്ഞോട്ടെ, 200 മുതൽ 300% വരെ ക്യാഷ്ലെസ് ഇപ്പോൾ ഇതിന്റെ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഗവൺമെന്റുകളും അതനുസരിച്ച് നീങ്ങുന്നുണ്ട്. നിർഭാഗ്യവശാൽ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ ഒരു നിലപാട് എടുത്തിട്ടില്ല. മറ്റു പല സംസ്ഥാനങ്ങളും അങ്ങനെയല്ല. ഇവിടുത്തെ ധനകാര്യ മന്ത്രി ആ സമയത്ത് പോയതല്ലാതെ ഫെഡറൽ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാടിന് അനുകൂലമായ നിലപാടെടുക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവണം. ശക്തമായി നിന്ന ഒരു ഇതര രാഷ്ട്രീയ പാർട്ടി മുഖ്യമന്ത്രി എന്ന് പറയാവുന്നത് ചന്ദ്രബാബു നായിഡുവാണ്. ചന്ദ്രബാബു നായിഡു എതിർത്ത് പത്മകുമാറിന്റെ അടുത്ത് ഒരേ ഒരു ചോദ്യം എനിക്കുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുക, കേരളത്തിലെ ധനകാര്യ വകുപ്പിനെ വിട്, തോമസ് ഐസക്കിനെ വിട്, ഈ കാര്യത്തെ പിന്നെ അന്ധമായി അനുകൂലിച്ച രണ്ടുപേരാണല്ലോ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെന്റ് തെറ്റുപറ്റിയിരിക്കുന്നു, പ്രധാനമന്ത്രിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പ്രായോഗിക തലത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചല്ലോ. ആ ബുദ്ധിമുട്ടുകളാണ് ആരാണ് അതിന് ഉത്തരവാദികളെന്നാണ് അതാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരിപ്പോ ജയിലിനുള്ളിലായത്. ഈ ബാങ്കിംഗ് ഉദ്യോഗസ്ഥന്മാരും റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരും ഇതിനെ തകടം മറിക്കാൻ ചില കോർപ്പറേറ്റുകളും എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു. ഞങ്ങൾ മനസ്സിലാക്കി. പറയേണ്ടതില്ല. ഇതിനു മുമ്പ് നിലനിന്ന സാമ്പത്തിക അവസ്ഥ തന്നെ തുടരുന്നു. പാളയത്തെ കമ്പോളത്തിൽ ബിസിനസ് നടത്തുന്നവരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരിൽ മഹാഭൂരിപക്ഷവും കടമെടുത്തിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. കടമെടുത്തിട്ടാണ് പലരും ബിസിനസ് നടത്തുന്നത്. അപ്പോൾ 2-3 ആഴ്ചത്തേക്ക് 1 മാസത്തേക്ക് കച്ചവടം മോശമായി കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി എന്താവും? അത് ഇതുപോലെ ഉണ്ടാവുന്ന വ്യക്തികൾക്കുണ്ടാവുന്ന തകർച്ച രാജ്യത്തൊട്ടാകെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആര് കോമ്പൻസേറ്റ് ചെയ്യും? നമ്മൾ പണം അച്ചടിക്കാൻ തീരുമാനിച്ചിട്ടില്ല, കാര്യങ്ങളൊക്കെ 4 മാസം കഴിയുമ്പോൾ ശരിയാവുമെന്ന് പറയുമ്പോൾ ഈ 6 മാസം കൊണ്ടുണ്ടാവുന്ന നഷ്ടം, വ്യക്തിപരമായിട്ട് തകർച്ച
പലരും പാപ്പരാവുന്നതിന്റെ പ്രശ്നം, അല്ലല്ല, അത് കുടുംബങ്ങൾ തകരുന്നതിന്റെ പ്രശ്നം എങ്ങനെ പ്രചരണത്തിന് വേണ്ടി പരിഹരിക്കും? അങ്ങനെ പറയാമെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. ഈ താങ്കൾ പറയുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം 24,000 രൂപ ഒരു ആഴ്ചയിൽ വിഡ്രാ ചെയ്യാൻ കഴിയുന്നുണ്ട്. ചെക്ക് വഴി ട്രാൻസാക്ഷൻ ഉണ്ട്. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിൽ മാറുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഡെയിലി 2,000 രൂപ വിഡ്രാ ചെയ്യുന്നതിന് നടപടിയുണ്ട്. സഹകരണ ബാങ്കിൽ ഇട്ടിട്ടുള്ള പച്ചക്കറി മാർക്കറ്റിലോ അതുപോലെ തന്നെ ചെറുകിട കമ്പോളത്തിലൊക്കെ ചെറുകിട മാർക്കറ്റുകളിലെ പക്ഷേ ഇതെല്ലാം മുമ്പ് നവംബർ 8-ാം തീയതി 9-ാം തീയതി ഉള്ള പ്രശ്നം ഇപ്പൊ ഇല്ല. ഇപ്പോഴും ബാങ്കുകളിൽ 24,000 ആദ്യം 24,000 നമുക്ക് പിൻവലിക്കാമായിരുന്നു. നവംബർ ശ്രീ മുഹമ്മദ് റിയാസ്, ഈ പ്രക്ഷോഭങ്ങളെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ് പ്രക്ഷോഭങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇത്ര വലിയ ഗുരുതരമായ സാഹചര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒറ്റക്കെട്ടായ പ്രക്ഷോഭം ഉയർന്നു വരുന്നില്ല? ഇപ്പോൾ സോണിയാഗാന്ധി ആലോചിക്കുന്നു ആ നിലയ്ക്ക് വലിയ വിപുലമായ പ്രക്ഷോഭത്തെ പറ്റിയൊക്കെ. പക്ഷെ രാജ്യം മുഴുവൻ ആ നിലയ്ക്കൊരു പ്രതിഷേധമുണ്ട് എന്ന് കരുതാനാവുമോ? രാജ്യം മുഴുവൻ കടുത്ത അസംതൃപ്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിനോടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഹർഷൻ. പിന്നെ പ്രക്ഷോഭം, അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും ഹർഷൻ ഈ ചോദിച്ച ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്താ പ്രക്ഷോഭം ശക്തിപ്പെടാത്തത്? എന്താണ് ശക്തമായ പ്രക്ഷോഭം വരാത്തത്? എന്താ രാജ്യം ആളിക്കത്തുന്ന പ്രക്ഷോഭം വരാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തവരുണ്ടാകാം. BJPക്ക് വോട്ട് ചെയ്ത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചാൽ, ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചാൽ ഈ ചോദിക്കുന്ന ആളുകളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ പരിപാടി സ്ഥലമെങ്കിൽ പോലും അവിടെ ഇവർ വന്നുകൊള്ളണമെന്നില്ല. അത് വേറെ കാര്യം. പക്ഷെ അവരുടെ മനസ്സ് ഇതിനോടൊപ്പമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനസ്സ് ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. അവിടെ ശ്രീ പത്മകുമാർ ഇവിടെ പറഞ്ഞ പോലെ ബൈ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ നോക്കിയിട്ട് ഒരു സർക്കാർ എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനത്തെ വിലയിരുത്താൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അരുവിക്കര തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ അല്ല റിയാസ്, ലോക്കൽ ബോഡി ഇലക്ഷൻ ആണ്. ചണ്ഡീഗഡിലെ മുഴുവൻ ഇലക്ഷനാണ്, ഒരു ബൈ ഇലക്ഷൻ അല്ല. അതെ, ചണ്ഡീഗഡിൽ നടന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട്, രാജസ്ഥാനിൽ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതെ, നിങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ വിഷയം എന്താ? ഇവിടെ ഇപ്പോൾ ക്യാഷ്ലെസ് എക്കോണമിയെ കുറിച്ചാണല്ലോ പ്രസംഗിക്കുന്നത് BJP നേതാക്കന്മാരൊക്കെ. നല്ല കാര്യം. ലോകത്തെ ഏറ്റവും അധികം ക്യാഷ്ലെസ് എക്കോണമി നടപ്പിലാക്കിയ രാജ്യം സ്വീഡനാണ്. അത് കഴിഞ്ഞാൽ നെതർലാൻഡ്സ് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്. മോർ ദാൻ 60% അല്ലെങ്കിൽ 60% ലെവലിൽ ക്യാഷ്ലെസ് എക്കോണമി വന്ന 4 രാജ്യമാണ് ഞാനീ പറഞ്ഞത്. അമേരിക്കയിൽ പോലും USA പോലും 45% ആണ്. ഇന്ത്യയിലെ ക്യാഷ്ലെസ് എക്കോണമിയുടെ പെർസെൻറ്റേജ് പരിശോധിച്ചാൽ ഇന്ത്യ സ്വീഡൻ്റെ പോയിട്ട് USA നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു 15 കൊല്ലം കഴിയും. 15 കൊല്ലം. അപ്പോൾ ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഈ പ്രയാസം, ദുരിതം 15 കൊല്ലവും തുടർന്നാൽ പോലും ഇന്ത്യ USA നിലവിലുള്ള ക്യാഷ്ലെസ് എക്കോണമി, അതായത് 45%-ൽ എത്താൻ പറ്റില്ല. പക്ഷേ മുഹമ്മദ് റിയാസ് പരീക്ഷണത്തിന് വിവാഹത്തിന്റെ അപ്പുറത്തേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഒരു ഇടവേള കൂടി വേണം, ഇടവേളയിലേക്ക്.